ഇപ്പൊ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തുറന്ന എന്റെ പേരായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ കേൾക്കുന്നതല്ലേ. അപ്പോൾ ജാസി ഈ വിഷയം റിയാക്ട് ചെയ്യണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ജാസി ലാസ്റ്റായിട്ടൊരു റീൽ ഇട്ടിരുന്നു. അതിൻ്റെ പ്രധാന ഉള്ളടക്കം താൻ ഗർഭിണിയായി വീഡിയോ ചെയ്തതിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഹെലനോസ് പാർക്കർ തനിക്കെതിരെ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടതിൽ വളരെയധികം സങ്കടമുണ്ട് എന്നൊരു രീതിയിലാണ്. കൂടുതൽ ഇതിനെപ്പറ്റി പറയും മുമ്പ് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ജാസിയുടെ ഗർഭം, ജാസിയുടെ സർജറി, ജാസി ആർക്കോ തുണിപ്പോയി കാണിച്ചു കൊടുത്തു. എനിക്ക് വയ്യ സത്യം പറയാലോ. പറയുന്നവരവർ പറഞ്ഞുകൊണ്ടിരിക്കുക. ആൾക്കാർ വെറുതെ പറയുന്നതല്ലല്ലോ. ജാസിയുടെ ഗർഭവും ജാസിയുടെ സർജറിയും ഈ രണ്ട് വിഷയം നീ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത്. അപ്പോൾ ജനങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതിനിപ്പോൾ ജനങ്ങളാണോ കുറ്റക്കാരായത്? ഉള്ളൂ. എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോണത്. കൂടാണ്ട് എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എന്റെ ഫോക്കസ് ആ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ്. അത് നല്ല കാര്യം. അങ്ങനെ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അത് നിറവേറാം. അല്ലാതെ സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനെ ട്രോളിനുള്ള എലമെന്റ് സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കേണ്ട യാതൊരു ആവശ്യവും നിനക്കില്ലായിരുന്നു. ഞാൻ ഗർഭത്തിന്റെ കഥ പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും സ്ത്രീകൾക്ക് പേഴ്സണലി എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ എന്റെ മനസ്സ് തട്ടി സോറി പറയണം കേട്ടോ. ഒരു വീഡിയോസ് ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നെ എത്ര വൾഗറായിട്ടാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചോ? പ്രതികരിക്കാൻ പാടില്ലേ? കാരണം നിന്നെ പറ്റിയാണ് ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായിട്ട് പറഞ്ഞത്. അതും തെളിവ് സഹിതമാണ് പറഞ്ഞത്. നിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന് നിനക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ നീ ഒരു വീഡിയോ ഇട്. എന്റെ സർജറി ഒരുപാട് വേദന സഹിച്ചാണ് പല ട്രാൻസുകളും ഇങ്ങനെ സർജറികൾ ചെയ്യുന്നത്. എന്നിട്ട് സർജറി ചെയ്തിട്ടില്ല, ജാസ്തി സർജറി ഫേക്കാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു വിഷമം നിങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ പറയുമ്പോൾ അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത നിനക്കുണ്ട്. പിന്നെ ഹെലനോസ് പാർക്കർ വീഡിയോ ഇട്ടത് നീ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് റിവീൽ ചെയ് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അങ്ങനെ പറയാൻ കാരണം എന്താ? നീ തന്നെയല്ലേ. കാരണം നിൻ്റെ റീൽ കണ്ടപ്പോൾ എല്ലാവർക്കും സംശയം തോന്നി. ഈ റിയാക്ട് ചെയ്യുന്ന എനിക്ക് വരെ സംശയം തോന്നി നീ സർജറി ചെയ്തിട്ടുണ്ടോയെന്ന്. അതാണ് സമൂഹത്തിനും ചർച്ചാ വിഷയമായി എടുക്കാൻ കാര്യം. നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞ മുറിവ് വന്നാൽ നമുക്ക് എത്ര വേദനിക്കും അല്ലെ? അതിനായിട്ട് എത്രയോ വലിയ വേദനയാണ് ഇപ്പൊ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടിട്ട് അതിനെക്കുറിച്ച് പറയാതിരിക്കണം. ഞാൻ ചെയ്ത സർജറി പറയണം, ജാസ്തി സർജറി വ്യക്തമാക്കണം, എന്തിന്റെ ആവശ്യം ഉണ്ടായിട്ട് അതൊക്കെ ഞാൻ പറയേണ്ടത്? എന്റെ ലൈഫിൽ ഒരു വലിയ നല്ലൊരു കാര്യം നടന്നു, അത് ഞാൻ നിങ്ങളെ അറിയിച്ചു. അത്ര ജനങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ലെങ്കിൽ നീ അതിനെപ്പറ്റി പബ്ലിക്കലി റിവീൽ ചെയ്തായിരുന്നു. റിവീലും ചെയ്തിട്ട് ജനങ്ങളെല്ലാം വാടച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. കാരണം നിന്നെ ഫോളോ ചെയ്യുന്നവർക്കും ഫോളോ ചെയ്യാത്തവർക്കും ഇതിനെപ്പറ്റി അറിയാമെന്നുള്ള ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. മാത്രമേ ഞാൻ ചെയ്തതുള്ളൂ. പിന്നെ ഇപ്പൊ എന്നെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആൾക്കാർ എല്ലാവർക്കും വേണ്ടത് ഈ പബ്ലിസിറ്റിയാണ്. എന്നെ പിടിച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കണേ ഉണ്ടായിക്കോട്ടെ, എനിക്ക് അതിൽ വീഡിയോ ചെയ്താൽ നീയും ആഗ്രഹിക്കുന്നത് പബ്ലിസിറ്റി തന്നെയല്ലേ? പിന്നെ റിയാക്ട് ചെയ്യുന്നവർ മാത്രമാണോ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നത്? രണ്ടുപേർക്കും വേണ്ടത് റീച്ചാണ് ഇവിടെ. വിഷമവുമില്ല. അല്ലെങ്കിൽ ഞാൻ പറയാത്ത കാര്യത്തിന് പോലും എന്നെ നിങ്ങൾ വലിച്ചഴിക്കുന്നില്ലേ? ആ കാര്യം എന്താണെന്ന് കൂടി പറഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. ജാസിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിസിറ്റിയും അതേപോലെ നിങ്ങൾക്ക് ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഞാനൊരു കാര്യം പറ്റേ, ഞാൻ ഇതുവരെ ഒരാളുടെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. എന്നെ എത്ര വൾഗറായിട്ടാണ് ആ കുട്ടി പറയുന്നത്. എന്റെ അച്ഛൻ, എന്റെ ഫാമിലി എത്രയോ പറയുന്നുണ്ട്. ഇപ്പൊ അടുത്തിട്ട വീഡിയോയിലും വളരെ മോശമായിട്ട് എന്റെ ജെൻഡർ ഐഡന്റിറ്റി വരെ ചോദ്യം ചെയ്തിട്ട് പറയുന്നില്ലേ? ഇതൊക്കെ ആയാലും ഞാൻ പെൺകുട്ടിയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. എന്റെ അടുത്ത് ട്രാൻസ് ID കാർഡും ഞാൻ ചെയ്ത സർജറിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് തെളിവായിട്ട് കാണിച്ചേണ്ട ആവശ്യങ്ങളൊന്നും എനിക്കില്ല. മരണം വരെ ഒരു സ്ത്രീ ആയിട്ട് ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാനാണ് എനിക്ക് ആവശ്യപ്പെടുന്നത്. പിന്നെ ഈ പറയുന്നവരെല്ലാവരും തികഞ്ഞവരാണോ? അവരുടെ ലൈഫ് എടുത്തു നോക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ. കേട്ടില്ലേ? ഇതാണ് ജാസിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് ജാസിനോടാണ്. സർജറി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നീ ആദ്യമേ ആഷിയുടെ സ്നേഹചുംബനം എന്ന് പറഞ്ഞൊരു റീലിറക്കി. കൂടാതെ സർജറി കഴിഞ്ഞു എന്നും പറഞ്ഞ് അടുത്ത ദിവസം ഒരു വീഡിയോ ഇറക്കി. അപ്പോൾ ജനങ്ങൾക്കൊരു സംശയമുണ്ടായി എന്ത് സർജറിയാണ് ചെയ്തതെന്ന്. നീയായിട്ടാണ് സർജറി എന്നൊരു വിഷയം സമൂഹത്തിൽ ഇട്ടുകൊടുത്തത്. അപ്പോൾ അതിനുള്ള പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. അപ്പോൾ നിനക്കും നിൻ്റെ കുടുംബത്തിനുണ്ടായ ചീത്തപ്പേരിൽ നിന്ന് ശമനം കിട്ടും. പിന്നെ എനിക്ക് തോന്നിയൊരു സംശയം, സർജറി കഴിഞ്ഞ വ്യക്തിക്ക് ഇത്രയും നന്നായിട്ട് ഡാൻസ് കളിക്കാൻ പറ്റുമോ? എന്തായാലും ആ വീഡിയോ കാണാത്തവർക്കായി ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. കണ്ടില്ലേ? ഇതായിരുന്നു ജാസിയുടെ ആ ഡാൻസ്. എന്തൊക്കെ പറഞ്ഞാലും ജാസിയുടെ ഗംഭീരമായ ഡാൻസ് ആയിരുന്നു. ഡാൻസ് കാണാത്തവർ ജാസിയുടെ പ്രൊഫൈൽ പോയി
ഫുൾ ഡാൻസ് കാണാൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. സർജറി കഴിഞ്ഞൊരു വ്യക്തിക്ക് ഏകദേശം 1 മിനിറ്റ് 50 സെക്കൻഡ് നീളം ഡാൻസ് ഇങ്ങനെ കളിക്കാൻ പറ്റുമോ? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.